മലിനത മാറി നമ്മൾ മഹിമയിൽ വിളങ്ങാൻ വേലൻ ചിന്തി നരരെ വീണ്ടെടുപ്പാൻ മനുവേലൻ നിണം ചിന്തി മനുവേലൻ വീണ്ടെടുപ്പാൻ മഹൽ സ്നേഹം പരലോക പിതാവൂത മകനെ മാരിപ്പതിനായി കുരിശു കൈവെടിഞ്ഞു മകൾ സ്നേഹം പരലോക പിതാവൂത മകനെ മാരിപ്പതിനായി കുരിശു കൈവെടിഞ്ഞു. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നമ്മെ രക്ഷിപ്പാൻ വിശ്വസിക്കുന്ന ഏവനെയും രക്ഷിപ്പാൻ പിതാവായ ദൈവം തൻ്റെ പുത്രനെ കുരിശിലേക്ക് പോകാൻ അനുവദിച്ച് ആ വലിയൊരു ത്യാഗത്തിന് വേണ്ടി ദൈവം പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തു. അതിൻ്റെ സ്മരണ, ആ പുത്രനെ ഓർക്കാൻ, ദൈവത്തെ സ്തുതിപ്പാനായി കൂടി വന്നിരിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ കൂടി വന്നിരിക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരി സഹോദരന്മാർ ഏവർക്കും, സഭയുടെ മൂപ്പന്മാർക്കും ഏവർക്കും ദൈവനാമത്തിൽ, നമ്മുടെ കർത്താവും രക്ഷിതാവും ദൈവപുത്രനുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. നമുക്കൊരല്പസമയം വചനത്തിൽ നിന്നും ചിന്തിക്കാം. വചനത്തിൽ നിന്നും ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പലർക്കും അവരുടേതായ ഒരു മുൻവിധിയുണ്ട് മനസ്സിൽ. ഒരു വാക്യം എടുക്കുമ്പോൾ അതെങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം എന്നൊരു മുൻവിധി. ആ മുൻവിധി പ്രകാരമല്ല ഞാൻ നിങ്ങളുടെ മുൻപിൽ കൂടി കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വരും. പക്ഷെ നിങ്ങളുടെ മുൻവിധി മാറ്റിവെച്ചിട്ട് വചനത്തിലേക്ക് വരിക. വചനം എടുത്ത് വ്യാഖ്യാനിച്ച് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിലെന്തെങ്കിലും കുറവുകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ട് എന്ന് വരികിൽ ദയവായി ആരും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ എന്നും മറ്റുള്ളവർ ചിന്തിപ്പാനായിട്ടാകും. നിങ്ങളെ തന്നെ അബദ്ധം വെളിപ്പെടുത്തരുത് എന്ന് ചോദിച്ചു. ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെക്കുക. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ തെറ്റിൽ നിന്ന് എന്നെ ശരിയിലേക്ക് നയിക്കുക. പിതാവായ ദൈവം തൻ്റെ പുത്രനെ കാൽവറി ക്രൂശിലേക്ക് അയച്ചത് വഴക്കുണ്ടാക്കാനായിട്ടല്ല, നാം നമ്മുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ദിനംതോറും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടതിനായിട്ടാണ്. കിടന്നിടത്ത് കിടന്ന് ഉരുളാൻ വേണ്ടിയിട്ടല്ല, സൂത്രങ്ങൾ പറഞ്ഞ് ഒഴിവാകാൻ വേണ്ടിയിട്ടല്ല, മറ്റുള്ളവരെ ചൂണ്ടി ഞാൻ വിശുദ്ധൻ അല്ലെങ്കിൽ അവർ ചീത്ത എന്നിങ്ങനെ പറഞ്ഞ് രൂപം മാറാൻ വേണ്ടിയിട്ടല്ല, പിന്നെയോ ദിവസം തോറും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക. തമ്പി സാറ് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ധ്യാനത്തിങ്കൽ തീ കത്തി. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിലെ ഒന്നാണ്. ഹൃദയത്തിന് ചൂട് പിടിച്ചു, ധ്യാനത്തിങ്കൽ തീ കത്തി. ആ തീ കത്തിയത് ഒരു ആത്മീക അനുഭവമാണ്. ഈ അനുഭവത്തിലേക്കാണ് നാം വരേണ്ടത്. ഈ തീ കത്തണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് ഏകാഗ്രതയാണ്. ഏകാഗ്രത ലഭിക്കണമെങ്കിൽ നാം നമ്മുടെ പരിസരത്തെ മറക്കണം. പരിസരത്തെ മറന്നിട്ട് ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കുറ്റം പറയുവാനുള്ള നാവും തെറ്റ് കണ്ടുപിടിക്കുവാനുള്ള ദൃഷ്ടിയും തൽക്കാലം ഒതുക്കി വെച്ചിട്ട് വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വരിക. ദൈവം നമ്മെ സഹായിപ്പാനിടയാണ്. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ രണ്ടാമത്തെ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു.
അവയില്ലാത്തവനോ കുരുടനത്രേ, അവൻ ഹ്രസ്വ ദൃഷ്ടിയുള്ളവനും തൻ്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അവയില്ലാത്തവനോ, ഏതായി അവ? എന്നെ നമുക്ക് കുറച്ച് മുമ്പിലേക്ക് പോകേണ്ടി വരും, പുറകിലേക്ക്, വാക്യത്തിൻ്റെ ആരംഭത്തിലേക്ക് പോകേണ്ടി വരും. എൻ്റെ 4-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ, എന്താണ് ഈ ഇവ? അവൻ നമുക്ക് അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. അതിമഹത്തായ വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അത് നിമിത്തം നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കയില്ല. അവയില്ലാത്തവനോ, ഇവിടെയാണ് ആദ്യം പറഞ്ഞ് നമ്മൾ വായിച്ചെടുത്തുള്ള അവ കിടക്കുന്നത്. അവയില്ലാത്തവനോ, എന്തില്ല, ഏതായി അവ? വീണ്ടും നോക്കാം. വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മളുടെ കർത്താവായ യേശുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കയില്ല. അവയില്ലാത്തവരോ, അവയില്ലാത്തവർ എങ്ങനെയുള്ളവരാണ്? അവയില്ലാത്തവനോ കുരുടനത്രേ, കുരുടൻ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇല്ലാത്തവൻ കുരുടനാണ്, കണ്ണ് കാണാത്തവൻ. അതിനോട് ചേർന്ന് പിന്നെ ഹ്രസ്വദൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തൻ്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ മുൻപാകെ ആയിരിക്കുമ്പോൾ എന്തെല്ലാം സ്വഭാവം ക്രിസ്തുവിൽ നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നുവോ അവ ഇല്ലാത്തവൻ കുരുടനാണ്, ഹ്രസ്വദൃഷ്ടിയാണ്. ഹ്രസ്വദൃഷ്ടി മുൻപിലത്തെ പാപങ്ങളുടെ പണ്ട് ദൈവകൃപയിലേക്ക് എന്ന് വന്നുവോ അതിനു മുൻപ് ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ആ പാപങ്ങളിൽ നിന്ന് ദൈവം നമ്മെ മോചിപ്പിച്ച് തൻ്റെ പുത്രൻ്റെ രാജ്യത്തിലാക്കി വച്ചിരിക്കുന്നു എന്ന വാസ്തവം മറന്നവനുമത്രേ. അങ്ങനെയുള്ളവരെ കുറിച്ച് ലേവ്യ പുസ്തകത്തിൽ ഒരു സൂചനയുണ്ട്. അത് വളരെ ദീർഘമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഏറെക്കുറെ 12 അധ്യായങ്ങൾ കൊണ്ട് എഴുതി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. ലേവ്യ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ ലേവ്യ 19-ാം അധ്യായം അതിൻ്റെ 19 ലേവ്യ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം മുതൽ. യഹോവ പിന്നെയോ മോശയോട് അരുളിച്ചെയ്തത്, നീ അഹരോനോട് പറയേണ്ടത് എന്തെന്നാൽ, നിന്റെ സന്തതിയിൽ അംഗഹീനനായവൻ നിന്റെ ദൈവത്തിൻ്റെ ഭോജനം അർപ്പിക്കുവാൻ ഒരിക്കലും അടുത്തു വരരുത്. ശ്രദ്ധിക്കുക, യഹോവ മോശയോടാണ് കൽപ്പിച്ചത്. മോശയാണ് ജനത്തോട് പറയുന്നത്. മോശയോട് പറഞ്ഞപ്പോൾ ആദ്യം കൊടുത്ത ഒരു ഭാഗത്ത് നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: നിന്റെ സന്തതിയിൽ
ഈ വേദപുസ്തകത്തിന് ഒത്തിരി പരിഭാഷകളുണ്ട്, വെർഷൻസ്. ന്യൂ ഇന്ത്യ ബൈബിൾ വേർഷൻ എന്ന് പറയുന്ന ഒരു പരിഭാഷ എൻ്റെ കയ്യിൽ കിട്ടി, എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ അകത്ത് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ ഭാഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നിന്റെ സന്തതി പരമ്പരയിൽ ഒരുത്തനും ഒരു നാളും. കുറെ കൂടെ വ്യക്തത അവിടെയാണെന്ന് എനിക്ക് തോന്നി. നിന്റെ സന്തതി പരമ്പരയിൽ, നിന്റെ സന്തതിയിൽ എന്നല്ല, നിന്റെ സന്തതി പരമ്പരയിൽ എന്ന് പറഞ്ഞാൽ നിന്റെ തലമുറയിൽ, നിന്റെ മക്കളോ മക്കളുടെ മക്കളോ അവരുടെ മക്കളോ അങ്ങനെയുള്ള ആ തലമുറയിൽ, ആ ശ്രേണിയിൽ ഒരുത്തനും ആരും ഒരു നാളും ദൈവ മുൻപാകെ ഭോജനയാഗം അർപ്പിപ്പാൻ അടുത്തു വരരുത്. ആ സന്തതി പരമ്പരയിൽ അടുത്തു വരാൻ പാടില്ലാത്തവരുടെ ലിസ്റ്റ് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. 12 വിധത്തിലുള്ള ആടുകൾ. അംഗഹീനനായവൻ ഒരിക്കലും അടുത്തു വരരുത്. അത് കഴിഞ്ഞിട്ട് അടുത്ത് കുരുടൻ, മുടന്തൻ, ഈ അംഗഹീനരുടെ ലിസ്റ്റാണ് പറയുന്നത്. 18-ാമത്തെ വാക്യം മുതൽ കുരുടൻ, മുടന്തൻ, പതിമൂക്കൻ, അധികാംഗൻ, കാലൊടിഞ്ഞവൻ, കൈയൊടിഞ്ഞവൻ. കൂനൻ, മുണ്ടൻ, പൂക്കണ്ണൻ, ചൊറിയൻ, ചൊരിപ്പുണങ്ങൻ, പൊരിച്ചുണങ്ങൻ, ഷണ്ണൻ എന്നിങ്ങനെയുള്ളവരും അരുത്. 12 വിധത്തിലുള്ള ആളുകളെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവരെക്കുറിച്ചാണ് ദൈവവചനം ദൈവ മുൻപാകെ കടന്നു വരാൻ യോഗ്യതയില്ലാത്തവരായി പറയുന്നത്. നായ്ക്കളെല്ലാം ആ കൂട്ടത്തിൽ വരും. ഞാൻ എവിടെയോ വെച്ച് ആരോടോ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരിക്കൽ പറഞ്ഞു, ആരും പൂജാമുറിയിൽ നായ്ക്കളെ പ്രവേശിപ്പിക്കില്ല, പട്ടീനെ പൂജാമുറിയിൽ കയറ്റുകയില്ല, കയറാൻ സമ്മതിക്കില്ല, അങ്ങനെയുള്ളവർക്ക് പൂജാമുറി ഉണ്ടാക്കുകയില്ല. പക്ഷെ പൂച്ച കയറും. പൂച്ച കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കഥയൊക്കെ എപ്പോഴും അടച്ച് പൂജാമുറി ഭദ്രമായി പൂട്ടി വെച്ചേക്കും, അടച്ചു വെച്ചു. എന്തുകൊണ്ടാണ് പൂച്ച കയറാൻ പാടില്ലാത്തത്? പൂച്ച ശുദ്ധിയില്ലാത്ത മൃഗമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ വിഗ്രഹം ഇരിക്കുന്ന മുറിയിൽ കൂടുതൽ ആൾ സഞ്ചാരമൊന്നും ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് അങ്ങോട്ട് സൂര്യവെളിച്ചം വരുമെങ്കിൽ അവിടെ നിശ്ചയമായി പല്ലിയും പാറ്റയും വെട്ടുകാലിയും അങ്ങനെയുള്ള ജന്തുക്കളൊക്കെ ഉണ്ടാവും. പാറ്റയും വെട്ടുകാലിയും വരുമെങ്കിൽ അതിനെ പിടിച്ച് ഞാൻ പല്ലി നിശ്ചയമായും വരും. ഈ പല്ലി വന്നു കഴിഞ്ഞാൽ ഈ പല്ലിയെ പിടിക്കാൻ പൂച്ച അകത്ത് കയറി കഴിഞ്ഞാൽ വിഗ്രഹങ്ങളുടെ കഷ്ടകാലം ആരംഭിക്കും അവിടെ. അതുകൊണ്ട് പൂച്ച കയറാൻ പാടില്ല. നായി കയറാൻ പാടില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ്? അതൊരു വൃത്തികേട് ജന്തുവോ? ഛർദിയിലേക്ക് തിരിയുന്നത്. എന്താ ഛർദി എന്ന് പറയുമ്പോൾ? നാം എന്തൊക്കെ കാര്യങ്ങൾ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുൻപ് ചെയ്തുകൊണ്ടിരുന്നു, ചീത്തയായ കാര്യങ്ങൾ, അവ വേണ്ട, അല്ലെങ്കിൽ ദൈവം മുൻപാകെ യാഗം കഴിച്ച് നിയമം ചെയ്ത് വേണ്ടെന്ന് വെച്ച ദുഷ്പ്രവർത്തികൾ, അത് വീണ്ടും ആവർത്തിക്കുന്നവൻ, അതായത് വേണ്ട എന്ന് വെച്ചത്, വേണ്ട എന്ന് തീരുമാനിച്ചത് നാം വീണ്ടും അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഛർദി തിരിഞ്ഞെടുന്ന് തിന്നുന്ന നായോട് സമനായി. വചനം അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയുള്ളവരും ഈ കൂട്ടത്തിൽ വന്ന് കൂടേണ്ടവരാണ്. ഏത് കൂട്ടത്തിൽ? ഈ അംഗഹീനരുടെ കൂട്ടത്തിൽ. അംഗഹീനരായവരെ കുറിച്ചാണ് നാം വായിച്ചത്. കുരുടൻ, മുടന്തൻ, അധികാംഗൻ, കാലൊടിഞ്ഞവൻ, കൈയൊടിഞ്ഞവൻ, കൂനൻ, മുണ്ടൻ, പൊരിച്ചുണങ്ങൻ, ഷണ്ണൻ, പതിമൂക്കൻ, പൂക്കണ്ണൻ, ചൊറിയൻ. ഈ കുരുടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വായിച്ചു ഹ്രസ്വദൃഷ്ടിയുള്ളവൻ. ഹ്രസ്വദൃഷ്ടിയുള്ളവനെ കുറിച്ച് വചനത്തിൽ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, ധാരാളം കേട്ടിട്ടുണ്ട്. ആദ്യം പോകുന്നത് ഏശാവിലേക്കാണ് നമ്മുടെ ദൃഷ്ടി പോകുന്നത്. ഏശാവിൻ്റെ നോട്ടം അടുത്ത നോട്ടമായിരുന്നു, അകന്ന നോട്ടമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ജ്യേഷ്ഠാവകാശം നശിപ്പിച്ചു കളഞ്ഞു. ജ്യേഷ്ഠാവകാശത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇസ്രായേൽ കുടുംബങ്ങളിൽ, എബ്രായരുടെ കുടുംബങ്ങളിൽ ജ്യേഷ്ഠന് അപ്പൻ്റെ സ്വത്ത് വീതം വയ്ക്കുമ്പോൾ ഒരു പങ്ക് കൂടുതൽ. ജ്യേഷ്ഠനുമായി ആലോചിക്കാതെ ഒരു കാര്യങ്ങളും യഹൂദ പാരമ്പര്യം എടുത്ത് വായിക്കുമ്പോൾ ആ പാരമ്പര്യത്തിൽ പറഞ്ഞ പ്രകാരം
മൂത്ത സഹോദരൻ അപ്പൻ്റെ സ്ഥാനം. ക്രിസ്തീയ കുടുംബങ്ങളിലും അങ്ങനെയൊക്കെ കുറേ കാലത്തേക്കൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് അർക്കിദിയാക്കോന്മാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പട്ടത്വ സഭകളൊക്കെ വരുന്നതിന് മുൻപ് അന്ന് കേരളം എന്ന സ്ഥലമൊന്നുമില്ല. ഈ സ്ഥലത്തിനൊക്കെ പറയുന്നത് മലൈ എന്നാണ് അന്നത്തെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ മലമ്പ്രദേശത്ത് ആകെ കൂടെ ഉണ്ടായിരുന്ന ഒരു ക്രിസ്തീയ വിഭാഗം ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രത്യേക പേരുകളൊന്നും വായിക്കാൻ കിട്ടിയിട്ടില്ല. അവരെ നയിച്ചുകൊണ്ടിരുന്ന കുടുംബക്കാരുടെ പേരാണ് അർക്കിദിയാക്കോന്മാർ. 1646 മെനേസീസ് മെത്ര എന്ന ഒരു മെത്രാൻ ഗോവയിൽ ആർച്ച് ബിഷപ്പായിട്ട് വരുമ്പോൾ അയാൾ കേരളം സന്ദർശിക്കാൻ വന്നു. അന്നത്തെ ഇവിടുത്തെ അർക്കിദിയാക്കോൻ്റെ പേര് ഗീവർഗീസ് അർക്കിദിയാക്കോൻ എന്നായിരുന്നു. ഈ അർക്കിദിയാക്കോൻ്റെ കാലത്ത് ഒരു പ്രത്യേക ഗ്രൂപ്പ് സഭയിലുണ്ടായി. അവരെ 12 എന്നാണ് വിളിച്ചുകൊടുത്തത്. 12 ഇവർ ചില നിയമങ്ങളുണ്ടാക്കി. വചനപ്രകാരമുള്ള നിയമങ്ങളല്ല. അവർ കൂടുതൽ ഭക്തി പ്രകടിപ്പിച്ച് ഉടനെ ദൈവത്തിങ്കിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ശുഷ്കാന്തിയോടുകൂടി പ്രത്യേക ആവേശത്തോടുകൂടി അവരുണ്ടാക്കിയ നിയമങ്ങളാണ്. ആ നിയമങ്ങൾ ചിലതൊക്കെ രസകരമായി തോന്നും. കടം കൊടുക്കാൻ പാടില്ല, കടം കൊടുത്താൽ തിരിച്ചു വാങ്ങിക്കാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല, തന്നെങ്കിൽ വാങ്ങിക്കാം, ചോദിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മഴയത്തും വെയിലത്തും ഒന്നും കുട ചൂടാൻ പാടില്ല. അന്ന് കുടയില്ല. വല്ല എന്തെങ്കിലും ഓലയോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാണ് മഴ നനയാതെ നടന്നിരുന്നത്. പക്ഷേ ദേഹം മറയ്ക്കാൻ പാടില്ല മഴയത്തും വെയിലത്തും. ആഭരണം ഉപയോഗിക്കരുത്. 12 കാലത്തുണ്ടായ ഒരു നിയമം. അങ്ങനെയുള്ള ചില നിയമങ്ങൾ ഉണ്ടാക്കിയവരാണ് 12. അത് ഈ അർക്കിദിയാക്കന്മാരുടെ കാലത്താണ്. ആ കാലം മുതൽ ഇന്നുവരെ ഇങ്ങോട്ട് പരിശോധിച്ചാൽ ഈ പറയപ്പെട്ട വിധത്തിലുള്ള ആളുകൾ ധാരാളമുണ്ട്. ആദ്യം കുരുടൻ, കണ്ണ് കാണാത്തവൻ എന്നാണ് കുരുടൻ എന്ന് പറയാൻ ശരിയായ അർത്ഥം. പക്ഷേ അകന്ന നോട്ടമില്ലാത്ത 12 പോലെയുള്ള ആളുകളും കുരുടന്മാരാണ്. അവരൊക്കെ കുരുടന്മാരുടെ പട്ടികയിലവർ. ഈ കുരുടന്മാരുടെ പട്ടികയിൽ വരുന്നവൻ വാസ്തവത്തിൽ ദൈവമുൻപാകെ ശുശ്രൂഷിക്കാൻ യോഗ്യനല്ല. അവരെ പുറത്തു കളയേണ്ടതാണ്. എപ്പോഴും നിങ്ങൾ ഹ്രസ്വദൃഷ്ടിയുള്ളവരായിരിക്കരുത്, അകന്ന നോട്ടമുള്ളവരായിരിക്കണം. നിങ്ങളുടെ നോട്ടം ക്രൂശിങ്കിലേക്കായിരിക്കണം. നിങ്ങളുടെ ലക്ഷ്യം നിത്യതയായിരിക്കണം. ഈ നോട്ടം എത്ര പേർക്കുണ്ട്? ഇവിടെ കിടന്ന് വട്ടം കറങ്ങാനല്ല. എനിക്കൊരു നിത്യതയുണ്ട്. എൻ്റെ യാത്ര ആ നിത്യതയിലേക്കാണ്. ഞാൻ ലക്ഷ്യം വെച്ചിരിക്കുന്ന നിത്യതയാണ്. ആ നിത്യതയിലേക്ക് എത്തണമെങ്കിൽ ഞാൻ ആ ക്രൂശിൽ നോക്കിക്കൊണ്ട് വേണം. ആ ക്രൂശിൽ നിന്ന് ഒരിക്കൽ ഒരു വിലാപ സ്വരം ഉയർന്നു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നൊരു വിലാപ സ്വരം ഉയർന്നു. അതുകൊണ്ട് ഞാൻ എന്നോട് ഇടപെടുന്നവർ ചെയ്ത തെറ്റുകളെ പിതാവേ ഞാൻ മനഃപൂർവ്വമായി ക്ഷമിക്കുന്നു. നമുക്ക് പറയാൻ കഴിയൂ? ഇല്ല എങ്കിൽ നമ്മുടെ നോട്ടം അകന്ന നോട്ടമല്ല, അടുത്ത നോട്ടമാണ്. ഇപ്പോഴത്തെ കാര്യം നടക്കണം. ഈ ഇപ്പോഴത്തെ കാര്യം നടത്താൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കുമ്പോൾ പലരും ദൈവത്തിങ്കിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കൈയും കാലിട്ട് അടിച്ചിട്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്തു, ഇനി ദൈവം വേണം ഇവനോട് പറയാൻ, നീ ഇന്ന തെറ്റുകൾ ചെയ്തു. നീ ചെയ്ത തെറ്റുകളുടെ ആധിക്യം കൊണ്ടോ അല്ലെങ്കിൽ നിന്റെ ഉദാസീനത കൊണ്ടോ അല്ലെങ്കിൽ നിന്റെ നോട്ടക്കുറവ് കൊണ്ടോ നിനക്ക് കുറവുകൾ സംഭവിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ദൈവമല്ല. നീ തിരുത്തേണ്ടിയിരിക്കുന്നു, നിന്നെ തിരുത്തേണ്ടിയിരിക്കുന്നു, നിന്റെ പ്രവർത്തികളെ തിരുത്തേണ്ടിയിരിക്കുന്നു. അകന്ന നോട്ടം വേണം, അടുത്ത നോട്ടം പാടില്ല. അപ്പോൾ ദൈവം മുൻപിൽ കുരുടന്മാരായിരിക്കരുത്. പിന്നെയോ കണ്ണ് തുറന്നിരിക്കണം. ഹൃദയത്തിൻ്റെ കണ്ണ് എപ്പോഴും തുറന്നിരുന്ന് ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറക്കാനിടയാകും. നിങ്ങൾക്ക് ദീർഘദൃഷ്ടി ഉണ്ടാകും. നിങ്ങൾക്ക് പലതും കാണാൻ. പഴമ്പാലക്കോട് അവിടെയാണ് എൻ്റെ കുടുംബ വീടും തറവാടും. അവിടെ ഒരു IPC ചർച്ചുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഒരു 10-30 വർഷം മുമ്പ് ആ സഭയിലേക്ക് ഒരു സഹോദരിയും സഹോദരനും കുടുംബവും കൂടെ കടന്നു. അന്ന് അവിടെ ദി പെന്തക്കോസ്ത് മിഷൻ്റെ ആരാധനയും കൂടായ്മയും തുടങ്ങിയിട്ടില്ല. പക്ഷേ നാട്ടിൽ ദി പെന്തക്കോസ്ത് മിഷനിൽ കൂടിക്കൊണ്ടിരുന്ന
ഒരു 2-3 കുടുംബങ്ങളുണ്ട്. അവരെന്നും പ്രശ്നമായിരുന്നു സഭയിൽ. എന്തൊക്കെ പറഞ്ഞാലും അവർ പ്രശ്നം ഉണ്ടാക്കും. ആ കൂട്ടത്തിലേക്കാണ് ഈ സഹോദരനും സഹോദരിയും കൂടെ കടന്നു വന്നത്. അവർക്ക് 2 കുട്ടികളുമുണ്ട്. ആകപ്പാടെ ചെറിയ സഭയാണ്, വലിയ കൂടിയ അംഗങ്ങളൊന്നുമില്ല. കുറച്ച് ആൾക്കാരെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. 6 കുടുംബമോ 7 കുടുംബമോ മറ്റോ മൊത്തം ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 3 ഈ പെന്തക്കോസ്ത് മിഷൻ്റെ ഇതിൽപ്പെട്ട. അവിടെ ഇരിക്കുന്ന പാസ്റ്ററെ വെള്ളം കുടിപ്പിക്കും ഇവരൊക്കെ കൂടെ കൂടി. അവരുടെ സ്ഥിരം പണിയാണ്. ഏത് പാസ്റ്റർ വന്നാലും 1 വർഷം കഴിയുമ്പോൾ ട്രാൻസ്ഫറിന് എഴുതി കൊടുക്കുക, അദ്ദേഹം അവിടെ നിന്ന് മാറിപ്പോകും. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കുടുംബം വന്നത്. അവരുടെ കുഞ്ഞുങ്ങളും അവരും കൂടെ വന്നു. സന്തോഷമായിരുന്നു ആദ്യമൊക്കെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സഹോദരിക്ക് ഒരു തോന്നൽ, ഇവിടം ശരിയല്ല, നമുക്കിവിടെ വേണ്ട. ആ സഹോദരി എന്ത് ചെയ്തു? അവരുടെ കുഞ്ഞുങ്ങളെ, അപ്പോൾ ഒറ്റയടിക്ക് വേണ്ട എന്ന് പറഞ്ഞ് സഭയിൽ നിട്ടേച്ചു പോയില്ല. അവരവരുടെ കുഞ്ഞുങ്ങളെ അടുത്ത ചർച്ച് ഓഫ് ഗോഡ് അതിൻ്റെ സഭയിലേക്ക് സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ വിട്ടു. കുഞ്ഞുങ്ങളാണ്. ഇപ്പം സ്വാതന്ത്ര്യമായി. അപ്പൻ്റെയും അമ്മയുടെയും ചുറ്റുപാടുകളൊന്നും അവർക്കില്ല. അവർക്കിപ്പോൾ ആരെയും പേടിക്കണ്ട. സന്തോഷത്തോടു കൂടി അവർ പോയി. 10-12 വയസ്സുള്ള കുഞ്ഞുങ്ങളാണ്. അവർ പോയി സൺഡേ സ്കൂൾ പഠിക്കാനായിട്ടാണ് പോയത്. കുറേ കാലമൊക്കെ സൺഡേ സ്കൂൾ പഠിക്കാൻ പോയി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നൊക്കെ TV ഒക്കെ ഒരു പുതിയ സംഭവമാണ്. കുറേ കാലം കഴിഞ്ഞപ്പോൾ, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പയ്യൻ പതുക്കെ വളർന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ രാവിലെ തുടങ്ങും ക്രിക്കറ്റ് കളി. പള്ളിയില്ലാത്ത പിള്ളേർ അവരിപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോയി. പെൺകുട്ടി സൺഡേ സ്കൂളിലേക്ക് അമ്മയും അപ്പനും പറഞ്ഞു വിട്ട പെൺകുട്ടി അവിടെ തന്നെ ആരാധന കൂടിക്കോളാൻ അമ്മയും അപ്പനും നിർദ്ദേശം കൊടുത്തു. അവൾ അടുത്ത വീട്ടിൽ പോയിരുന്ന് TV കാണാൻ തുടങ്ങി. കാലങ്ങൾ പിന്നെയും കഴിഞ്ഞു. അമ്മയും അപ്പനും ഇവിടെ IPCയിലെ പാസ്റ്ററെ മൂപ്പിച്ച് പേടിപ്പിച്ച് വിറപ്പിച്ച് ഞങ്ങൾ പോകും എന്ന് വിറപ്പിച്ച് അങ്ങനെ നിന്നു. കാലങ്ങൾ കഴിഞ്ഞു. +2 പരീക്ഷയൊക്കെ ജയിച്ച് പെൺകുട്ടിയെ ഒരു ദിവസം കണ്ടില്ല. സൺഡേ സ്കൂളിൽ പോയതാ. നിങ്ങളുടെ പിടിയിൽ നിന്ന് നിങ്ങളുടെ മക്കൾ വിട്ട് ഏത് കാരണം പറഞ്ഞ് നിങ്ങൾ അപ്പുറത്തേക്ക് വിട്ടാലും ശരി, നശിച്ചു പോകും. വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കണ്ണ് കുരുടായിരിക്കരുത്. എപ്പോഴും കണ്ണ് തുറന്നിരിക്കണം, പ്രത്യേകിച്ചും മക്കളുടെ കാര്യം. ഇത് ഒരനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെയുള്ള അനേക അനുഭവങ്ങളുണ്ട്. പാസ്റ്ററോട് കോപിച്ച്, സഭയിൽ അംഗങ്ങളില്ലാത്തതിനോട് കോപിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞ് മക്കളെ അടുത്ത സ്ഥലത്ത് സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ പോകും. അതൊരു വലിയ അപകടത്തിലേക്ക് മാറ്റിവിടും. നിങ്ങളുടെ കണ്ണ് കുരുടായി പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. തലമുറ നശിച്ചു പോകും. തലമുറ നശിക്കാൻ അനുവദിക്കരുത്. അതിൻ്റെ കുറ്റം എന്നിട്ട് കുഞ്ഞുങ്ങളുടെ തലയിൽ വെക്കരുത്. നിങ്ങളെ ഏൽക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളാണ് ഏൽക്കേണ്ടത്. കുരുടനാകരുത് യാതൊരു കാരണവശാലും. ഹ്രസ്വദൃഷ്ടി ഉള്ളവനുമാകരുത്. അടുത്ത് പറയുന്നത് മുടന്തനെ കുറിച്ചാണ്. മുടന്തി നടക്കുന്നവൻ, കാലിന് സ്വാധീനമില്ലാതെ മുടന്തി നടക്കുന്നവനെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. വക്രതയും കോട്ടവും ഉള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. സദൃശവാക്യങ്ങൾ 17-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിലേക്കൊന്ന് പോവാം. സദൃശവാക്യങ്ങൾ 17-20. വക്രഹൃദയമുള്ളവൻ നന്മ കാണുകയില്ല, വികടനാവുള്ളവൻ ആപത്തിൽ അകപ്പെടും. വക്രഹൃദയമുള്ളവൻ നന്മ കാണുകയില്ല. മുടന്തൻ ദൈവം മുൻപാകെ വക്രഹൃദയമുള്ളവൻ, മുടന്തന് നന്മ കാണാൻ ഒക്കുകയില്ല. അതിനൊരു ഉദാഹരണമാണ് മെഫീബേശത്ത്. ദാവീദ് ഭരണമേൽക്കാൻ തുടങ്ങിയപ്പോൾ ശൗലിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ഒരുത്തനായിരുന്നു ഈ മെഫീബോശത്ത്. അവൻ മുടന്തനായിരുന്നു. അവൻ്റെ ധാത്രി അവനെ എടുത്തുകൊണ്ട് ഓടുമ്പോൾ അവർ വീണു.
വീണ് ഇവന്റെ കാലിന്റെ മുട്ടിന് പരിക്ക് പറ്റി അവൻ മുടന്തനായി തീർന്നു. ദാവീദിന്റെ ശത്രുക്കൾ ദാവീദിനെ ആക്രമിച്ച് കീഴടക്കുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നദി അക്കരെ കടക്കുവാൻ വേണ്ടി നദിക്കരയിൽ ചങ്ങാടവും കെട്ടി കാവൽ കാത്ത ആളുകൾ നിൽക്കുമ്പോൾ പലരും ദാവീദിനെ യാത്ര അയക്കാനായിട്ട് വന്നു. പ്രാണരക്ഷാർത്ഥം ദാവീദ് ഓടുകയാണ്. ഓടിയ കൂട്ടത്തിൽ ശിമയി വന്നു. ശിമയി കുറ്റം പറയുന്നതാണ്. ഏത് സമയത്തും എല്ലാവരെയും കുറ്റം പറഞ്ഞ് ശിമയി വന്ന് യാത്ര അയച്ചത് എങ്ങനെയാ വെച്ചാൽ തലയിൽ പൂഴിമണ്ണും വാരിയിട്ട് ശപിച്ചുകൊണ്ട്, ദുഷ്ട നശിച്ചവനെ നീ പോടാ 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 എന്നും കൊണ്ട് ശപിച്ചുകൊണ്ട്. ഈ മെഫീബോശെത്ത് വന്നില്ല. പിൽക്കാലത്ത് ദാവീദ് തൻ്റെ യുദ്ധത്തിലൊക്കെ ജയിച്ച് രാജസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ മെഫീബോശെത്തിന് ദാവീദിൻ്റെ മുൻപാകെ വരേണ്ടിയിരുന്നു. അപ്പോൾ ഒരു സൂത്രം പറഞ്ഞു, അടിയൻ മുടന്തനല്ലേ, അടിയനെ സമയത്ത് എടുത്തുകൊണ്ട് വരുവാൻ ആരും ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഞാൻ യാത്ര അയക്കാൻ വരാതിരുന്നത്. വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ ആ വക്രതയോടും കോട്ടത്തോടും കൂടെ നാം നമ്മുടെ ജീവിതം പാഴാക്കുന്നുവെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യം ഉണ്ടാവുകയില്ല. നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മുടന്തന്മാരാകരുത്. മുടന്തില്ലാതെ നേരെ നിവർന്നു നിൽക്കാനും നിവർന്നു നടപ്പാനും ശ്രദ്ധിക്കണം. വക്രതയും തലമുറയുമുള്ള ഇതിൽ നിന്ന് നാം മാറി നിൽക്കേണ്ടിയിരിക്കുന്നു. അത് അടുത്ത് വചനത്തിൽ കാണുന്നത് അധികാംഗനാണ്. അധികാംഗൻ, അംഗങ്ങളിൽ കൂടുതലുള്ളവർ. 6 വിരലുള്ളവരുണ്ട്. കയ്യിലും കാലിലും കൂടെ വിരലുകളുടെ എണ്ണം വളരെ കൂടുതലുള്ളവരുണ്ട്. പിന്നെ ചെവിയും കണ്ണും മൂക്കും ഒന്നും കൂടുതലുള്ളവരെ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഈ കയ്യിലും കാലിലും ഒക്കെ ഓരോ ചെറിയ വിരലും ഒക്കെ ഉള്ളവരെ കണ്ടിട്ടുള്ളൂ അധികാംഗൻ. വചനം അവരെക്കുറിച്ച് പറയുന്നത് വളരെ രസകരമായ കാര്യത്തിലാണ്. വചനത്തോട് കൂട്ടിച്ചേർക്കുന്നവനും അതിൽ നിന്ന് കുറയ്ക്കുന്നവനും അധികാംഗന്മാരാണ്. വചനത്തിൽ ഇല്ലാത്തത് അങ്ങ് പറയും. അങ്ങനെ പറഞ്ഞു പിടിപ്പിച്ചും മറ്റുള്ളവരുടെ ബുദ്ധിക്ക് ഭ്രമം പിടിപ്പിക്കുന്ന, ബുദ്ധിഭ്രമം ഭ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ് അധികാംഗൻ എന്ന് പറയുന്നത്. നിങ്ങളത് ചെയ്യരുത്. അധികാംഗന്മാരായി തീരരുത്. അധികാംഗന്മാരായി തീർന്നാൽ ബുദ്ധിമുട്ടുണ്ടാകും. അടുത്ത് കാലൊടിഞ്ഞവൻ. കാലൊടിഞ്ഞവനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കർത്താവിൻ്റെ പടക്കളത്തിൽ നേരെ ചൊവ്വിനെ ഓടാൻ ബുദ്ധിമുട്ടുള്ളവരെയാണ് ഈ കാലൊടിഞ്ഞവൻ എന്ന ഇതിൽ വിളിക്കുന്നത്. കർത്താവ് വിളിച്ചു എന്ന ബോധ്യം അവനിലില്ല. എങ്ങനെയോ ഇങ്ങോട്ട് വന്നു, അതുകൊണ്ട് നേരെ നിൽക്കില്ല. ഞായറാഴ്ച സഭായോഗത്തിന് വരാൻ സമയം ചിന്തിക്കും, ഇന്ന് പോണം, കാലൊടിഞ്ഞവനാണ്. ഓ, ഇന്നൊരു ദിവസം പോയില്ലെങ്കിലും കുഴപ്പമില്ല, ഭയങ്കര വെയിലാ, വയ്യ. അല്ലെങ്കിൽ അയ്യോ എന്തൊരു മഴ, ഈ മഴയത്ത് എങ്ങനെയാ സഭായോഗത്തിന് പോകുന്നു. ആകെപ്പോടെ എല്ലാത്തിനും കുറ്റം പറഞ്ഞ് എല്ലാത്തിൽ നിന്നും ഒഴിവായി നിൽക്കുകയാണ്. ഈ അവകാശം, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ രക്ഷ എന്ന അവകാശം, അതൊരു വലിയ കൃപയാണ്. അതിനെക്കുറിച്ച് പാട്ടുകാരൻ പാടുന്നത് എങ്ങനെയാണ്? ദൂതർക്കും കൂടവകാശം രക്ഷ ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം. ദൂതർക്കും കൂടവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം. ദൂതഗണം കാവലായി നോതുകളും ഊനമെന്നെ നൽകിയിടുന്നു. പാടും ഞാൻ പരമേശനു സദായി എൻ്റെ പാപമെല്ലാം പരമേശ്വരന് ഞാൻ പാടും എപ്പോഴും. എന്തുകൊണ്ട്? ദൂതന്മാർക്ക് കൂടി അവകാശമായി ലഭിക്കാത്ത രക്ഷയുടെ ദൂതറിയിപ്പാൻ എന്നെ വിളിച്ച് മാറ്റി നിർത്തി തൻ്റെ പുത്രൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് ഇവിടെയാക്കിയിരിക്കുന്നു.
ആ ആക്കിയിരിക്കുന്ന എനിക്ക് നൂതനമായ പുതിയ പുതിയ അറിവുകൾ എനിക്ക് ദൈവം തന്നുകൊണ്ടിരിക്കണമെങ്കിൽ ഞാൻ ഇവിടെ വന്നേ വെക്കൂ, ഞാൻ സഭായോഗത്തിൽ പങ്കെടുത്തേ വെക്കൂ. അതുകൊണ്ടാണ് ലേഖകൻ പറയുന്നത്, നിങ്ങളുടെ സഭായോഗങ്ങളെ അലക്ഷ്യമായി കണക്കാക്കരുത്. വേദപുസ്തകത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥമില്ലാത്ത ഒന്നും പറഞ്ഞിട്ടില്ല, എല്ലാം വളരെ അർത്ഥത്തോടു കൂടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അർത്ഥം വ്യാഖ്യാനിക്കുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടാത്തത് ദൈവത്തിൻ്റെ കുഴപ്പമല്ല, നിങ്ങളുടെ കുഴപ്പമാണ്. നമ്മുടെ മനസ്സിൽ എന്തിരിക്കുന്നോ അതാണ് നമ്മെ വിജൃംഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മനസ്സിലിരിക്കുന്ന അങ്ങ് മാറ്റിവെക്കുക. അതാണ് ഞാൻ മുൻവിധി ഉപേക്ഷിക്കുക. മുൻവിധി ഉപേക്ഷിച്ചിട്ട് തൽക്കാലം പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് നന്മ വരും, നിങ്ങൾക്ക് ഒരിക്കലും ദോഷം സംഭവിക്കുകയില്ല. അപ്പോൾ കാലൊടിഞ്ഞവൻ്റെ അവസ്ഥയിലേക്ക് മാറാതെ ഒന്ന് മനസ്സിലാക്കി, നമ്മെ വിളിച്ചിരിക്കുന്നവൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് അറിഞ്ഞ് അത് ചെയ്യുവാൻ നാം തയ്യാറായിരിക്കും. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അവരുടെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാനായിട്ടാണ്. അപ്പോൾ അതിനു മുമ്പ് നാം എവിടെയായിരുന്നു വിളിക്കുന്നതിന് മുൻപ്? ആഴമുള്ള കുഴഞ്ഞ ചേറ്റിലായിരുന്നു. അവിടെ നിന്ന് വരാൻ കാരണം കർത്താവിൻ്റെ വിളിയാണ്. കർത്താവ് പറഞ്ഞു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നു. അങ്ങനെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിപ്പാൻ എന്തു ചെയ്യണം എന്ന് ചിന്തിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തന്നു, യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരാണ് എൻ്റെ അടുത്ത് വരേണ്ടത്. അപ്പോൾ യാഗം കഴിച്ചു. എന്താണ് യാഗം? യാഗം കഴിച്ച് നിയമം ചെയ്തു. അരുതാത്തത് എല്ലാം വിട്ടുകളഞ്ഞു, വേണ്ടാത്തത് പാടില്ലാത്തത് എല്ലാം വിട്ടുകളഞ്ഞു. എന്നിട്ട് നിയമം ചെയ്തു, കർത്താവേ ഇതൊന്നും ഇനി ഞാൻ തിരിച്ചെടുക്കില്ല. പക്ഷെ ലോകം നിങ്ങളെ നോക്കിക്കാണുമ്പോൾ പഴയ സ്ഥാനത്തെയാണ് നോക്കിക്കാണുന്നത്. അവർക്ക് കുറ്റം പറയുവാൻ നാവുകൾ ഒത്തിരിയുണ്ട്. ആ നാവുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ പഴയ കാലത്തെക്കുറിച്ചാണ് നിങ്ങളെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്. വിട്ടുകളയാ, ദൈവത്തിന് കൊടുക്കുക. അവിടെയും ദൈവത്തോട് പറയുക, ദൈവമേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണം. അവരോട് ഗുസ്തിക്ക് പോകണ്ട. ലോകത്തിന് പറയുവാൻ പലതുമുണ്ട്, ദൈവത്തിന് പറയുവാൻ ഒന്നേ ഉള്ളൂ. ദൈവം പറയുന്നു, നീ എൻ്റേതായി തീരണം, എൻ്റേതു മാത്രം. മറ്റൊരുത്തനും പങ്കുവയ്ക്കുവാൻ അനുവാദം കൊടുക്കുകയില്ല, അവകാശം കൊടുക്കുകയില്ല, സൗകര്യം കൊടുക്കുകയില്ല, സന്ദർഭം കൊടുക്കുകയില്ല. എൻ്റേതു മാത്രമായി തീരണം. ആ ദൈവം പറയുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവവും നിങ്ങൾക്ക് പാടില്ല. അങ്ങനെയുള്ള നീ ആരാണ്? ഇപ്പോൾ വിളിച്ചവൻ വേർതിരിച്ചു, ശുദ്ധീകരിച്ചു, കഴുകി, വെടിപ്പാക്കി, നിന്നെ വിശുദ്ധിയുടെ സ്ഥാനത്ത് നിർത്തി. ഇപ്പോൾ പാടാനൊക്കെ കഴിയും, വലിയ വിശുദ്ധിയെ തികച്ച് ഞാൻ അങ്ങോട്ടേക്ക് വലിയ ഭയങ്കരത്തിലേക്ക് വന്നിരിക്കുന്നതെന്നൊക്കെ. പക്ഷേ നാം വിശുദ്ധിയിൽ തന്നെയാണോ? നമ്മുടെ നാവ് എവിടെ നിൽക്കുന്നു? വിശുദ്ധിയിലാണോ? നമ്മുടെ കണ്ണ് എവിടെ നിൽക്കുന്നു? വിശുദ്ധിയിലാണോ? നമ്മുടെ കാല് എവിടെ നിൽക്കുന്നു? വിശുദ്ധിയിലാണോ? നാം വിശുദ്ധിയുടെ മുൻപിൽ മുടന്തന്മാരാണോ? അത് ആകാതെ വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കേണ്ടിയിരിക്കുന്നു. ഇല്ല എങ്കിൽ ദൈവരാജ്യത്തിലെത്തുകയില്ല. ദൈവരാജ്യത്തിൽ എത്തണം എന്നാണ് ലക്ഷ്യമെങ്കിൽ, നിത്യതയാണ് ലക്ഷ്യമെങ്കിൽ, ക്രൂശിലാണ് നോട്ടമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റിക്കളയും. ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ചിലരുടെ മനസ്സ് ഇരുമനസ്സുള്ളവരാണ്. പലരും ഇരുമനസ്സുള്ളവരെ ദൈവം വെറുക്കുന്നു. ഇവിടെ വരണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണം. ചിലരുടെ സഭായോഗത്തിനിരിക്കുമ്പോഴുള്ള മനസ്സിരിപ്പ് അതാണ്. ദൈവം നിന്നെ വിളിച്ച് ഒരു സ്ഥാനത്താക്കിയിരിക്കുന്നു എങ്കിൽ നീ അവിടെ തന്നെ ആയിരിക്കുക. അവിടെ നിന്ന് മാറാൻ നിനക്ക് അവകാശമില്ല. അഥവാ നീ മാറുന്നു എങ്കിൽ നീ പോകുന്നത് നാശത്തിലേക്കാണ്, അധപ്പതനത്തിലേക്കാണ്. ദൈവം വിടും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് ഓടനാവട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സഭയിൽ പോയപ്പോൾ അവിടെ നിന്ന് സാധാരണ എത്തും പോലെ അവിടെ 10 മണിക്കാണ് അവിടെ ആരാധന തുടങ്ങുന്നത്. ഞാൻ 9 മണിയായപ്പോൾ അവിടെ ചെന്നു.
അവിടുത്തെ പാസ്റ്ററെ എനിക്ക് പരിചയമുണ്ട്, അതുകൊണ്ട് അദ്ദേഹം വിളിച്ചിട്ടാണ് ഞാൻ അവിടെ പോയത്. അപ്പോൾ അവിടെ ചെന്ന് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു സഹോദരി വന്നിട്ട് ആരെയൊക്കെയോ കുറ്റം പറയുകയോ, പായിട്ടതിന് കുറ്റം പറയുകയോ, പായ് വിരിച്ചതിന്, കസേരകളുടെ ഇതിൻ്റെ കുറ്റം പറയുകയോ, അങ്ങനെ ഭയങ്കര ഒച്ചപ്പാടും ബഹളം. അപ്പം ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, എന്താ ഇതങ്ങനെ? അയ്യോ, അത് ഭയങ്കര കുറ്റം പറയുന്ന സഹോദരി. അവർക്ക് മുഴുവനും കുറ്റമാണ്. അവരുടെ ഭർത്താവിൻ്റെ അമ്മയെ അവർ നിലത്ത് നിർത്തുകയില്ല. ഇത്രയൊക്കെ പറഞ്ഞു, സംസാരം നിന്നു. എനിക്ക് പ്രസംഗിക്കാനുള്ള സമയം തന്നു. സാധാരണഗതിയിൽ മറ്റുള്ളിടത്തുള്ള പോലെ പരിചയമുള്ള പാസ്റ്റായതുകൊണ്ട് സമയം അല്പം കൂടുതലൊന്നു പ്രസംഗിച്ചോളാൻ പറഞ്ഞു. പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് എവിടെ നിന്നും ഒരു ചെറിയ ആലോചന വന്നു. അത് പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. സഭായോഗം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ തുള്ളിച്ചാടി എൻ്റെ അടുത്തേക്ക് വന്നിരിച്ചു, തന്നോട് ആരാടോ പറഞ്ഞത് ഇങ്ങനെയൊക്കെ? പാസ്റ്ററും ഞെട്ടി, പാസ്റ്ററുടെ ഭാര്യയും ഞെട്ടി, ഞാനും വല്ലാതായി. ഇതെന്താ ആലോചനയാണ് ഞാൻ പറഞ്ഞത്? ആകപ്പാടെ പ്രശ്നമായി. പ്രശ്നം എന്താണെന്നറിയാവോ? ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മയപ്പന്മാരെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞു. അമ്മയപ്പന്മാർ, ഭർത്താവിൻ്റെ അമ്മയപ്പന്മാർ, നീ ഭാര്യ ഭർത്താവിൻ്റെ വീട് വിട്ട്, അല്ല, സ്വന്തം ജനിച്ച വീട് വിട്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഭർത്താവിൻ്റെ അമ്മയപ്പന്മാരാണ് നിൻ്റെ അമ്മയപ്പന്മാർ. സങ്കീർത്തനക്കാരൻ പറയുന്നു, അല്ലയോ കുമാരി, കേൾക്കാൻ നോക്ക, ചായ്ക്ക, നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും നീ മറക്ക, എന്നിട്ട് നീ നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരിലേക്ക് ശ്രദ്ധ തിരിക്കുക എന്നിങ്ങനെയുള്ളൊരു ഭാഗം വചനത്തുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് എന്നിട്ട് ഭർത്താവിൻ്റെ അമ്മയപ്പന്മാരെ മാനിക്കാത്തവരെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അമ്മായി അമ്മയ്ക്കിട്ട് കുത്തുന്ന മരുമകളെ നിനക്കും കിട്ടും കുത്ത്. വാസ്തവമാണ്, സത്യമാണ്. അത് കിട്ടിയേ ഒക്കൂ, കിട്ടിയേ തീരൂ. വചനം പറയുന്നു, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന്. നീ ഇന്ന് തവിക്കണ കൊണ്ടാണ് അമ്മായിമ്മയ്ക്കിട്ട് കുത്തിയത്, നാളെ നിന്റെ മരുമോള് വരുമ്പോൾ നിനക്ക് ചട്ടുകം കൊണ്ട് കുത്തു കിട്ടും. ദോശ മറിച്ചിരുന്ന ചട്ടുകം നന്നായിട്ട് ചൂടായതാണ്. ആ ചൂടായ ചട്ടുകം കൊണ്ട് ശരിക്കൊരു കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. കവളത്താ കിട്ടുന്നതിൽ പൊട്ടിയിരിക്കും, ചോര വരും, ആശുപത്രി പോകും. അപ്പോൾ അമ്മായിമ്മയുടെ പേരിൽ ഒരു കേസും കൊടുക്കാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ അന്നതില്ലായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു, അമ്മായിമ്മയ്ക്കിട്ട് കുത്തുന്ന മരുമകളെ നിനക്ക് കിട്ടും. കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അത് വാസ്തവമാണ്. കർത്താവ് എന്താ പഠിപ്പിച്ചേ? കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോൾ, ഞാൻ എൻ്റെ കടക്കാരോട് ചെയ്തതുപോലെ എനിക്കും ഇനി തന്നേക്ക്, അല്ലേ? കർത്താവ്, ഞാൻ എൻ്റെ കടക്കാരോട് ചെയ്തതുപോലെ എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. ഞാൻ എൻ്റെ കടക്കാരോട് എന്താ ചെയ്തേ? അമ്മായിയമ്മ വിശക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അടുക്കള വന്നു ചെവിക്കലിന് തവിക്കട കൊണ്ട് കുത്തിയെങ്കിൽ, അതാണ് ഞാൻ കൊടുത്തതെങ്കിൽ അത് തന്നെ എനിക്കും കിട്ടണം. വചനം അതല്ലേ പറയുന്നത്? ഞാൻ ചെയ്തതുപോലെ എനിക്കും തരിക. ഇങ്ങനെയുള്ള വൃത്തികെട്ട സ്വഭാവം നമ്മളിൽ ഉണ്ടാകരുത്. നാം ആരാണ്? ദൈവമക്കളാണ്. ദൈവമക്കളായ നാം ഒരു തീരുമാനമെടുത്തു, യാഗം കഴിച്ച് നിയമം ചെയ്ത് ദൈവസന്നിധിയിൽ വന്നവരാണ്. നമുക്ക് സൗകര്യം പോലെ ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ഇന്നെല്ലാവരും സൗകര്യം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതല്ല വേണ്ടത്. വിശുദ്ധിയെ തികച്ച് ഒരുങ്ങി നിൽക്കണം. എന്തിന്? നോട്ടം ക്രൂശിലേക്കാണ്, ലക്ഷ്യം നിത്യതയാണ്. ഇവിടെ കിടന്ന് വളരെ കാലങ്ങൾക്ക് മുൻപ് ഒരാൾ തമാശയായിട്ട് പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വേദപുസ്തകത്തിലൊന്നുമില്ല. കർത്താവൊക്കെ വന്നിച്ചു പോയി, പിന്നെ ഈ പെന്തക്കോസുകാരുന്നോട് കയ്യും കൊട്ടി പാട്ടും പാടി തുള്ളിക്കൊണ്ടിരിക്കുക. ഇവരെ അറിഞ്ഞില്ല അങ്ങേര് വന്നിച്ചും പോയത്, പക്ഷെ ഞാൻ അറിഞ്ഞു. അപ്പം മറ്റാൾ ചോദിച്ചുകൊണ്ട് താനെന്തേ പോഞ്ഞേ? അതിനുള്ള യോഗ്യത എനിക്കുണ്ടായിരുന്നില്ല. അയാൾ സത്യം പറഞ്ഞു. അപ്പോൾ യോഗ്യത ഇല്ലാത്തവൻ അങ്ങോട്ട് പോകില്ല, ഇവിടെ ഇരുന്നുകൊണ്ട് പിന്നെയും കൈയും കൊട്ടി തുള്ളിപ്പാടിക്കൊണ്ട് ഇവിടെ ഇരിക്കും എന്നാണ് അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ വേദപുസ്തകം നിങ്ങളുടെ കയ്യിലേക്ക് തന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ സത്യമാണ്, സത്യമായ കാര്യം. ഇപ്പം ഞാനൊരു ചെറിയ കാര്യം ഓർത്തു. ഇവിടെ പഠിക്കാൻ വന്നപ്പോൾ ആദ്യത്തെ വർഷം ഇവിടുത്തെ 3-ാം വർഷത്തിൽപ്പെട്ട 2-3 പേരുമായിട്ട് വാക്കുതർക്കമുണ്ടായി, ഗുസ്തിയുണ്ടായി. അവർ പറഞ്ഞു ഈ പുസ്തകം വിശുദ്ധമാണ്. ഞാൻ പറഞ്ഞല്ല എന്ന്. പിന്നെ തർക്കമായി. തർക്കം മൂത്ത് കഴിഞ്ഞപ്പോൾ
വിശുദ്ധിയുടെ അടുത്ത് ചെല്ലാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എടുത്തു കൊടുത്തേച്ച് അവരോട് പറഞ്ഞേച്ചു. അവരോട് ചോദിച്ചു, ഇതൊക്കെ വിശുദ്ധമാണ്? ദാവീദ് ഏറ് കണ്ടിട്ട് നോക്കിയതും അതുപോലെ തന്നെ മറ്റുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ വിശുദ്ധമാണോ? അല്ല. പക്ഷേ ഇത് സത്യമാണ്, ഇത് സത്യവേദ പുസ്തകമാണ്. പിന്നെ അവസാനം കേസ് തീർത്തത് സാറാണ്, സുന്ദരൻ സാറാണോ മാത്യു സാറാണോ എന്ന് എനിക്കറിഞ്ഞില്ല, ഞാൻ ഓർക്കുന്നില്ല. അത്രത്തോളം അവിടെ മുറ്റി. നമുക്കൊരു ധാരണയുണ്ട്, ഒരു മുൻധാരണ. ആ മുൻധാരണയെ മാറ്റിവെച്ചിട്ട് ദൈവധാരണയിലേക്ക്, ദൈവം തരുന്ന ചിന്താഗതിയിലേക്ക് മാറി വരേണ്ടിയിരിക്കുന്നു. വേദപുസ്തകം സത്യമാണ്, ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും സത്യമാണ്. അത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചില കാര്യങ്ങൾ, അശുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിലും, ഇപ്പം നാബാലിൻ്റെ കാര്യം പറഞ്ഞു. നാബാൽ എന്ന് പറഞ്ഞാൽ വക്രൻ എന്നർത്ഥം. ഒന്നും കൊടുക്കാത്തവൻ, ആർക്കും കൊടുക്കാത്തവൻ. എൻ്റേത് എനിക്ക് മാത്രം, ആർക്കും ഒന്നും തരികയില്ല. ആ അവസ്ഥയിൽ നിന്ന് നാം മാറേണ്ടിയിരിക്കുന്നു. കൈയൊടിഞ്ഞവൻ്റെ അവസ്ഥയിൽ നിന്ന്, കൈയൊടിഞ്ഞവൻ്റെ അവസ്ഥയാണ് ഈ നാബാലിൻ്റേത്. നാബാലിൻ്റെ അവസ്ഥയിലേക്ക് നാം വരരുത്. നാം കാലൊടിഞ്ഞവരായിരിക്കരുത്. പടക്കളത്തിൽ ഓടാൻ കഴിയാതെ ഉപജീവന ചിന്തയാൽ, സ്വന്തം മോഹത്താൽ വഴിമുട്ടി നിൽക്കുന്നവരായിത്തീരരുത്. നമ്മുടെ സ്വന്തം മോഹങ്ങളെ മാറ്റിവെച്ചിട്ട് ലക്ഷ്യം നിത്യതയായിരിക്കണം, നോട്ടം ക്രൂശിലായിരിക്കണം. ഇനി അടുത്ത് കൈയൊടിഞ്ഞവനെ കുറിച്ച് ഞാൻ ആദ്യം ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു. തനിക്ക് ലഭിച്ച നന്മകൾ കർത്താവിന് സമർപ്പിക്കാത്ത. സമയം വേറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാനതുകൊണ്ട് വേഗം നിർത്താമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിലും വളരെ വേഗത്തിൽ ഈ കാര്യത്തെക്കുറിച്ചൊന്ന് പറഞ്ഞുകൊടുന്നിട്ട്, സുവിശേഷ വേലയിൽ എന്നെ ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ട്. പോസ്റ്റൽ ഇവാഞ്ചലിസത്തിൻ്റെ പ്രിൻറ്റിങ്, അച്ചടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ സഹായിച്ചുകൊണ്ടിരുന്ന ആളുകളോട് എല്ലാവരോടും പറഞ്ഞു, ഇനിയിപ്പോൾ സഭകൾ സന്ദർശിച്ചു പോയി അങ്ങനെയുള്ള കാര്യങ്ങൾ നിർത്തിയിട്ട് സ്വന്തം ചില പുസ്തകങ്ങളൊക്കെ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം എന്ന് അവരെ അറിയിച്ചു. പക്ഷേ അവരിൽ ചിലരൊക്കെ ഇപ്പോഴും എന്നെ സഹായിച്ചുകൊണ്ടിരിപ്പുണ്ട്. അതിലൊരു സഹോദരി, അവരുടെ ഭർത്താവ് എന്നെ സഹായിച്ചുകൊണ്ടിരുന്ന വിവരം അറിഞ്ഞു. വിവരം അറിഞ്ഞിട്ട് അദ്ദേഹം അവർ ഭർത്താവുമായിട്ട് വഴക്കുണ്ടാക്കി. അയക്ക് കൊടുക്കണ്ട, അതിൽ നമ്മുടെ സഭയെപ്പറ്റ ആളാണ്, അവിടെ ഇനി മുതൽ കൊടുക്കരുത്. വഴക്കായി. അവസാനം ആ സഹോദരൻ നിർത്തി. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. വളരെ കാലങ്ങൾ കഴിഞ്ഞു. ഞാനിവിടെ അറിയാതിരിക്കരുത് എന്ന പുസ്തകം അച്ചടിച്ച് നിങ്ങളിൽ പലർക്കും തന്നു. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും നിങ്ങൾക്ക് അത് തന്നു. ഇതിനു വേണ്ടി പണം കണ്ടെത്തിയത് ഇപ്പോൾ പഠിപ്പിക്കുന്ന ബൈബിൾ ക്ലാസ്സിൽ നിന്നും കിട്ടുന്ന ശമ്പളം, എനിക്ക് കിട്ടുന്ന കൂലിയാണ്. മൊത്തം ആ പുസ്തകത്തിൻ്റെ ചെലവിന് നല്ലൊരു കാശ് കിട്ടി. ചിലരൊക്കെ എന്തൊക്കെയോ തന്നു. തരാത്തവരെ കുറിച്ച് എനിക്ക് ഒരു പരാതിയില്ല. എനിക്കൊരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, നിങ്ങളൊന്ന് വായിക്കണം. അതായിരുന്നു എൻ്റെ ലക്ഷ്യം. ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ, ചെലവാക്കാൻ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് ഒരു മടിയുമില്ല. ഞാൻ എന്നും അങ്ങനെ തന്നെയാണ്. ഈ സഹോദരി എനിക്ക് തൻ്റെ ഭർത്താവ് മാസം തോറും തരുന്ന ഇത് കണ്ടിട്ട് അയാൾക്ക് കൊടുക്കരുത്, നിർബന്ധപൂർവമായി. കാലങ്ങൾ കഴിഞ്ഞു. 2-3 ആഴ്ചകൾക്ക് മുൻപ്, അതായത് ഏപ്രിൽ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിൽ ഈ സഹോദരി എന്നെ വിളിച്ചപ്പോൾ പേര് മൊബൈലിൽ ഞാൻ പേരില്ലാത്ത ഒരു നമ്പറാണ് വന്നിരിക്കുന്നത്. ഒരു സംശയത്തോടു കൂടി വിളിച്ചു. എടുത്തിട്ട് ഹലോ പ്രൈസ് ദ ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് സ്ത്രീ ശബ്ദമാണ്. ഞാൻ ചോദിച്ചു ആരാണെന്ന്. ഞാൻ പേരൂർക്കടയിൽ നിന്നാണ് വിളിക്കുന്നത്. പേരൂർക്കടയിൽ ലൈസമ്മ സഹോദരിയുടെ, പേരൂർക്കടയിൽ ഒരു ലൈസമ്മ സഹോദരിയെ മാത്രമേ എനിക്കറിയത്തുള്ളൂ, വേറെ ആരെയും അറിയില്ല. അപ്പോൾ ഈ ലൈസമ്മ സഹോദരി എന്നെ ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരി. അപ്പോൾ അവരുടെ അനിയത്തിയാണ്. ഓ, എന്താ പേര്? എൻ്റെ പേര് രേഖ. ഓ, എന്താ വിളിച്ചത്? എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളോട് എന്ത് തെറ്റായത്? അല്ല, ഞാൻ ചെയ്ത തെറ്റിന് നിങ്ങളെന്ത് തെറ്റ് ചെയ്തു? അവർ പറഞ്ഞു, എൻ്റെ ഭർത്താവ് നിങ്ങൾക്ക് പണ്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി മാസം തോറും അയച്ചു തന്നപ്പോൾ അത് നിർത്തിച്ചത് ഞാനാണ്. ഓ, അത് സാരമില്ല, മനുഷ്യൻ്റെ ബുദ്ധിമുട്ടിൻ്റെ പുറത്ത് മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യും, ഒരാൾക്ക് കൊടുക്കണ്ടെന്നൊക്കെ പറയും. പക്ഷേ ഇപ്പോൾ ദൈവം എന്നെ ബാധിച്ചിരിക്കുന്നു.
എൻ്റെ മകന് 30 സ്ഥലത്ത് ഈ വർഷത്തിൽ ഈ 2024 ആരംഭിച്ചതിന് ശേഷം 30 സ്ഥലത്ത് ഇൻ്റർവ്യൂവിന് പോയി. എങ്ങും ശരിയായില്ല. ഒന്ന് പ്രാർത്ഥിക്കണം. കൊടുപ്പീനെന്നാൽ നിങ്ങൾക്ക് കിട്ടും. കൊടുക്കുന്നത് തടഞ്ഞ നിന്റെ അനുഗ്രഹത്തെ ദൈവം തടഞ്ഞു. നീ തടയരുത്. മറ്റൊരാൾ കൊടുക്കുമ്പോൾ അതിനെ തടയരുത്. ഭർത്താവായാലും മക്കളായാലും കൊടുക്കുന്നത് തടയരുത്. അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കൊടുക്കുന്നത് തടയുന്നവരെയും കൊടുക്കാൻ പ്രേരിപ്പിച്ചവരെയും രണ്ടു കൂട്ടരെ കുറിച്ചുള്ള അനുഭവങ്ങൾ ഈ 12 അധ്യായങ്ങളിൽ കൂടി അത് വിവരിക്കുവാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ നാം കൊടുക്കുന്നത് തടഞ്ഞാൽ ദൈവം നമുക്കുള്ള നന്മകളും തടയും. പ്രത്യേകിച്ച് സുവിശേഷ വേലയ്ക്ക് വേണ്ടി. നിങ്ങൾ ആരാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങളോ അന്ധകാരത്തിലായിരുന്നു നിങ്ങളെ അവൻ തൻ്റെ സ്നേഹത്താൽ വിളിച്ച് പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ചില മാന്യതകളുണ്ട്. അവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ. രാജകീയ പുരോഹിത വർഗത്തിൽപ്പെട്ടവരാണ്. സ്വന്തം ജനമാണ്. വിശുദ്ധ വംശമാണ്. 4 പ്രത്യേക യോഗ്യതകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ഈ യോഗ്യതകളെ വിട്ടെറിഞ്ഞ് കളഞ്ഞിട്ട് ഏഷണി പറഞ്ഞ് ദുഷ്ടത പറഞ്ഞ് ദൈവത്തിൻ്റെ ശത്രുക്കളായി മാറരുത്. മാറിയാൽ കൈയൊടിഞ്ഞ നിന്റെ നേരെ ദൈവവും തൻ്റെ കൈ ഒടിഞ്ഞതുപോലെ കാണിക്കും. നിന്റെ നന്മകളിൽ പലതും കട്ട് ചെയ്യും. ജീവിതത്തിൽ ആദ്യം ഈഗോ, സഭയ്ക്കകത്ത് വരുമ്പോൾ ഈഗോ മാറ്റിവെക്കും. ഞാനെന്ന ഭാവം. ഇവിടെ ഞാൻ അറിഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞാൽ വിൽസം വാ തുറന്ന സെക്സേ പറയൂ. സുന്ദരന്റെ പ്രസംഗം കേൾക്കാനും കൊള്ളത്തില്ല. തീർന്നില്ലേ? ഇനി ഞാൻ എൻ്റെ ആ അനുഭവം കൂടെ പറയാം. സുന്ദരൻ സാറിൻ്റെ പ്രസംഗം ഒരിക്കൽ